Chapter number 9, 95, page number 95. Okay. Yes. Question okay, page number 95 first question. Ahil suggest a video on Chio. Adisri, mola first question vaiche. Miss jump start alle. Yes, adana. Vaicholu. Soil is essential for the growth of dash. Answer parayu. Plants. Plants. Yes. അടുത്തത് കൂടെ അത് പറഞ്ഞേ. അടുത്തത് വായിച്ചേ. The roots of a plant absorb the soil nutrients. Yes. എല്ലാവരും മാർക്ക് ചെയ്യൂ ട്ടോ. First question answer. Soil is essential for the growth of plants. Then the roots of a plant absorb nutrients from the soil. Yes. Next question. Atra and Akshat. ആരെങ്കിലും ഒരാൾ വായിച്ചേ. Throwing plastic bags on the land causes dash pollution. Soil pollution. Soil pollution. അടുത്ത ആള് വായിച്ചേ. മറ്റേ ആള് വായിച്ചേ. We should get to stop soil pollution. Plant more trees. Yes, plant more trees. Throwing plastic bags on land causes soil pollution. Then we should plant more trees to stop soil pollution. Okay, page number 96. Page number 96. Write any two examples for each of the following. Okay, Ren, first question answer പറഞ്ഞേ മോനെ. Animal that live on soil, earthworm, rabbit. Worm, rabbit, rat, earthworm, ഇതൊക്കെ എഴുതാം. Animals. Okay. Then suggest. Next question. Plants that grow in soil. Any two? Rose. തുളസി. Any two. ഏതെങ്കിലും എഴുതാം. എല്ലാ പ്ലാന്റ്സും സോയിലാണ് വളരുന്നത് അല്ലെ. ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ എഴുതുക. ഓക്കെ. Then Arjun, tell me the next answer. Plants that grow in soil. Next one. അത് ഓൾറെഡി പറഞ്ഞു ഇപ്പൊ. Insects that live in soil, earthworm, beetles, and ants. Ants. Earthworm insectന്റെ കാറ്റഗറിയിൽ വരില്ല കേട്ടോ. Any two insect ആണ് ചോദിച്ചിട്ടുള്ളത്. Beetles and ants we can write. Okay. Beetles, ants. Yes. Next, page number 97. Page number 97. First question answer ഞാൻ already നിങ്ങൾക്ക് നോട്ട് ആയിട്ട് തന്നതാണ്. Describe the process of soil formation. Yes or no? തന്നതല്ലേ? Yes. Okay, അപ്പൊ അത് നോക്കി എഴുതുക. Okay. Then second one. What is soil? എന്താണ് soil എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? What is soil? Yes, Afla. ആരും ഹാൻഡ് റൈസ് ചെയ്ത ടീച്ചർ വിളിച്ചോളാം. പറയാത്തവർ എല്ലാവർക്കും ചാൻസ് കൊടുക്കണ്ടേ. പേജ് നമ്പർ ചോദിക്കാനാണ് ഹാൻഡ് റൈസ് ചെയ്തത്. പേജ് നമ്പർ 97.
എടുത്തോ, വേഗം എടുക്കൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. വാട്ട് ഈസ് സോയിൽ? അതും ഞാൻ നോട്ട് തന്നതാണ് നിങ്ങൾക്ക്. വാട്ട് ഈസ് സോയിൽ? ഓർമ്മയുണ്ടോ? എന്താണ് സോയിൽ എന്ന് പറഞ്ഞാൽ? നോട്ട് തന്നതല്ലേ നിങ്ങൾക്ക്? എന്താണ് സോയിൽ? കേൾക്കുന്നില്ല, അതാണോ? കേൾക്കുന്നില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ കേൾക്കില്ല, അതുവരെ കേൾക്കും അല്ലേ അഫ്ല? സജസ് അൺമ്യൂട്ട് ചെയ്യൂ. അല്ല, രക്ഷയുണ്ടോ? സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? സജസ്, എന്താണ് സോയിൽ? രക്ഷയില്ല. ആദിശ്രീ, ഞാൻ കണ്ടു ആൻസർ. ഞാൻ കണ്ടു. എല്ലാവർക്കും ചാൻസ് കൊടുക്കണ്ടേ? അതിനു വേണ്ടിട്ടാണ്. എന്തായാലും രക്ഷയുണ്ടോ? സജസ്, നോ രക്ഷ. അടുത്തതിന്റെ ആൻസർ എന്ന് പറഞ്ഞേ. റൈറ്റ്, ട്രൂ ഓർ ഫോൾസ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് ആൻസർ ഒന്ന് പറഞ്ഞേ. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. Soil കൺസിസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻസ്. big rocks. ട്രൂ ആണോ ഫോൾസ് ആണോ? false. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ? എന്തുകൊണ്ടാ ഫോൾസ് എന്ന് പറഞ്ഞേ? ഫോൾസ് ആണോ? ഞാൻ പറയുന്നത് ട്രൂ ആണെന്ന്. ഞാൻ പറയുവാണ് ട്രൂ ആണെന്ന്. ഓക്കെ, എങ്ങനെ അത് സജസ്റ്റ് അതിനെ ഡിഫെൻഡ് ചെയ്യും? ഇല്ല മിസ് പറഞ്ഞത് തെറ്റാണ്, ഫോൾസ് ആണ്. അപ്പൊ എനിക്ക് റീസൺ കാണണ്ടേ? റീസൺ കേൾക്കണ്ടേ? എന്തുകൊണ്ട് സജസ്റ്റ് പറയുന്നു ഫോൾസ് ആണ്? അതാ ഞാൻ ചോദിക്കുന്നത്. Soil. വെറുതെ അങ്ങ് ആൻസർ പറഞ്ഞാണോ ഫോൾസ് എന്ന്? നമ്മളൊരു ആൻസർ പറയുമ്പോഴത്തേക്കും ഇപ്പൊ ടീച്ചർ പറയാണ് ഞാൻ ട്രൂ ആണല്ലോ എന്ന് പറയാണ്. അപ്പൊ മിസ്സിനെ തിരുത്തണ്ടേ? ഇല്ല മിസ്സേ, ഫോൾസ് ആണ്. അപ്പൊ മിസ് ചോദിക്കുക എന്തുകൊണ്ടാന്ന് ചോദിക്കില്ലേ? എന്തുകൊണ്ടാണ് പറയൂ. സോയില് ബിഗ് റോക്സ് ഉണ്ടോ? ബിഗ് റോക്സ് വരുമ്പോ അതിനെ സോയിൽ എന്ന് പറയുമോ നമ്മള്? ബിഗ് റോക്സ് സെപ്പറേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടാണ് അതിൽ നിന്നാണ് സോയിൽ വരുന്നത്, ആണോ? ഓക്കെ, അപ്പൊ സോയിൽ കണ്ടെയ്ൻസ് ബിഗ് റോക്സ് ഫോൾസ് ആണ്. സോയിലില് ചെറിയ റോക്സ് പെബിൾസ് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? മണ്ണിലെ വലിയ പാറയുണ്ടോ? എന്താണ്? കൺഫ്യൂഷൻ ആണോ? മണ്ണില് വലിയ പാറയുണ്ടോ? യെസ് ഓർ നോ? ഫോൾസ്. ഓക്കെ, ഉറപ്പാണേ. ഓക്കെ, ഫോൾസ്. അപ്പോൾ വാട്ട് ഈസ് സോയിൽ? ഇറ്റ് ഈസ് ദ ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് എർത്ത് ക്രസ്റ്റ്. അതിന് മുമ്പിലത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഞാൻ പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ വാട്ട് ഈസ് സോയിൽ? ഞാൻ നോട്ട് നിങ്ങൾക്ക് തന്നതാണ്. ഇറ്റ് ഈസ് ദ ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് earth crust. It is called a soil. Okay, അഫ്ല കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറഞ്ഞേ. layer of earth is known as soil. അതല്ല, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബി ക്വസ്റ്റ്യൻ ആൻസർ പറയൂ. റൈറ്റ്, ട്രൂ ഓർ ഫോൾസ്? ബി ക്വസ്റ്റ്യൻ. The action of the sun, rain and humus broke ആണോ? ഹ്യൂമൻസ്
from soil. True or false? False. എന്താണ് അവിടെ തെറ്റ്? The action of sun and rain and humans broke down rocks. ആണോ? ഹ്യൂമൻസ് എന്നാണ്. എന്തുകൊണ്ടാണ് ഫോൾസ് എന്ന് പറഞ്ഞ? അത് അങ്ങനല്ലേ? അത് എങ്ങനെയാണ്? rock of അർജുൻ ട്രൂ എന്നാണോ പറഞ്ഞത്? അർജുൻ ട്രൂ ആണോ? false. ട്രൂ എന്നിട്ടത് പിന്നെ? യെസ്, ഫോൾസ് ആണ് അഫ്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഒരു ആൻസർ പറയുമ്പോ അതിന് പുറകിൽ എന്തെങ്കിലും ഒരു റീസൺ കാണില്ലേ? എങ്ങനെയാണ് നിങ്ങൾ അത് ഫോൾസ് ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? Sun, rain and humans broke down. അടിക്ക് ബ്രോക്ക് ആവൂല. മിസ് അതുകൊണ്ടാണോ? അർജുൻ പറയൂ, എന്താണ് അവിടെ തെറ്റ്? സണ്ണും റെയിനും വിൻഡാണ്. അവിടെ തെറ്റ് ഹ്യൂമൻസ് ആണ്, നമ്മളല്ല. സണ്ണും റെയിനും വിൻഡിന്റെ ആക്ഷൻ കൊണ്ടാണ് ബ്രോക്ക് ഡൗൺ റോക്സ് ടു ഫോം സോയിൽ. മനുഷ്യർ അവിടെ ഒന്നും ചെയ്യുന്നില്ല. മണ്ണുണ്ടാവുന്നത് പ്രകൃതി തന്നെയാണ് മണ്ണുണ്ടാക്കുന്നത്. സണ്ണിന്റെയും റെയിനിന്റെയും വിൻഡിന്റെയും ആക്ഷൻ കൊണ്ടാണ്. ആഫല പറയൂ, എന്താണ്? അങ്ങനെ തന്നെ പറഞ്ഞോ? നിങ്ങൾ ആരെങ്കിലും കേട്ടോ? സണ്ണ് പറഞ്ഞോ? മനുഷ്യൻ ബ്രോക്ക് ആവൂലെന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞത് ടീച്ചർ കേട്ടില്ല. ഓക്കെ, ഫൈൻ. പറഞ്ഞെങ്കിൽ ഓക്കെ. നിങ്ങൾ ഒരു ആൻസർ പറയുമ്പോൾ ഫോൾസ് ആണോ ട്രൂ ആണോ? ഫോൾസ് ആവുമ്പോഴത്തേക്ക് അതിന്റെ റീസൺ അറിയണം, എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. കൃഷ്ണപ്രിയ, തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേ. Soil helps plants grow. True or false? True. True. കേട്ടു. ട്രൂ ആണ്. യെസ്. റിഫ മറിയം, അൺമ്യൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറയൂ. Yes. In the beginning, the earth was covered by soil. ട്രൂ ആണോ ഫോൾസ് ആണോ? True. ട്രൂ ആണോ? ആണോ? Yes. എത്ര പേര് ട്രൂ ആന്ന് പറയുന്നുണ്ട്? എത്ര പേര് ട്രൂ ആന്ന് പറയുന്നുണ്ട്? നോ വൺ. എത്ര പേര് ഫോൾസ് ആന്ന് പറയുന്നുണ്ട്? ഓക്കെ, ആൻസർ. ഹിന അൺമ്യൂട്ട് ചെയ്യൂ. ആൻസർ എന്താ പറഞ്ഞ മോളെ? ഫോൾസ് ആണോ? ആണോ? ഹിന, ഞാൻ ആണോന്ന് ഒന്നുകൂടെ ചോദിച്ചപ്പോ ഹിനയ്ക്ക് കൺഫ്യൂഷൻ ആയി. ഫോൾസ് ആണ് ആൻസർ. എന്തുകൊണ്ടാണെന്ന് ഹിന പറയാമോ? എന്തുകൊണ്ടാണ്? എന്തെങ്കിലും രക്ഷയുണ്ടോ ഹിന? ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു ആൻസർ ഫോൾസ് ആണെന്ന് പറയുമ്പോ എന്തുകൊണ്ടാണ്? മറ്റുള്ളവർക്ക് അറിയാം. യെസ്, റെൻ പറയൂ. വെറുതെ അങ്ങ് പറയാണോ ഫോൾസ് ട്രൂ എന്നൊക്കെ? പറഞ്ഞേ, സൗണ്ട് ക്ലിയർ ആവുന്നില്ല. ഒന്നുകൂടെ പറയൂ.
ഈ ഗ്രോപ്സ് വെച്ച് കവർ യെസ് ഇൻ ദ ബിഗിനിങ് ഭൂമിയില് വെറും പാറകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സോയിൽ ഉണ്ടായിരുന്നില്ല. ആൻസർ ഈസ് ഫോൾസ്. ഓക്കെ, നെക്സ്റ്റ് is page number 99. Page number 99, first question. ധാർമിക് ഉണ്ടെങ്കിൽ മൈക്ക് സോറി വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത്. ധാർമിക് പോയോ? വിളിച്ചപ്പോഴത്തേക്ക് ആള് പോയോ? ഓക്കെ, ആഹിൽ ഉണ്ടോ ക്ലാസ്സില്? രക്ഷ. ഓക്കെ, ഫാത്തിമ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറയൂ. പേജ് നമ്പർ 99 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറയൂ. ഹ്യൂമസ്, വാട്ടർ, ക്വസ്റ്റ്യൻ വായിച്ചേ ആദ്യം. is the components of soil. Yes. Humus, water, clay, sand, pebbles, air. Okay. ആ ഒരു ഓർഡറിൽ പറയൂ കേട്ടോ, അപ്പൊ പിന്നെ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. താഴെ തൊട്ട് തുടങ്ങുക. താഴെ സെറ്റിൽ ആവുന്ന എന്താണ്? പെബിൾസ് അല്ലേ? ആണോ? പെബിൾസിന്റെ പുറത്ത് സാൻഡ്, സാൻഡിന്റെ പുറത്ത് ക്ലേ, ക്ലേയുടെ പുറത്ത് വാട്ടർ, വാട്ടറിന്റെ പുറത്ത് ഹ്യൂമസ്, പിന്നെ ഉള്ളത് എയർ ആണ്. ഓക്കെ, then how does humus help plants grow? Humus എങ്ങനെയാണ് പ്ലാന്റ്സിനെ വളരാൻ സഹായിക്കുന്നത്? Humus, can anyone tell me the answer? ആർക്കെങ്കിലും അറിയാമോ എങ്ങനെയാണ് ഹ്യൂമസ് പ്ലാന്റ്സിനെ വളരാൻ ഹെൽപ്പ് ചെയ്യുന്നത്? അർജുനും റെനും അല്ലാതെ വേറെ ആർക്കെങ്കിലും അറിയാമോ? എപ്പോഴും അവരൊക്കെയാണ് ഇങ്ങനെ സ്ഥിരം കൈ പൊക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ സൈലന്റ് ആയിരിക്കുകയാണ്. ഓക്കെ, 4 പേര് കൈ പൊക്കിയിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് മീ ആസ്ക് ആദിശ്രീ. യെസ്, മോള് പറയൂ. ഹ്യൂമസ് ഈ ഡെഡ് ആയിട്ടുള്ള ഈ പ്ലാന്റ്സിൽ ന്യൂട്രിയൻസ് ഉണ്ടാവും. അപ്പൊ ആ ന്യൂട്രിയൻസ് മണ്ണിൽ അലിഞ്ഞു ചേർന്ന് അത് പ്ലാന്റ് വളരാൻ സഹായിക്കുന്നത്. ഓക്കെ, കേട്ടല്ലോ. ഹ്യൂമസ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ഹ്യൂമസ്? ദാറ്റ് ഈസ് ദ ഡീക്കേഡ് പ്ലാന്റ് ആൻഡ് ആനിമൽ വേസ്റ്റ് അല്ലെ? ആനിമലിന്റെയും പ്ലാന്റിന്റെയും ഡീക്കേഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് മണ്ണിലോട്ട് അലിഞ്ഞു ചേരുമ്പോൾ അതിൽ നിന്നുള്ള ന്യൂട്രിയൻസും മണ്ണിലേക്ക് ചേരുകയാണ്. അപ്പോൾ പ്ലാന്റ്സിന് ഈ നല്ലോണം ഗ്രോത്ത് കിട്ടും. ഹ്യൂമസ് ആയിട്ടുള്ള സോയിലില് നല്ല ഗ്രോത്ത് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാനത് ഇട്ടോളാം, ഗ്രൂപ്പിൽ ഇട്ടോളാം കേട്ടോ. എഴുതാൻ അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ നോക്കി എഴുതുക. Then മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, fill in the blanks. Yes, Arjun, please read the first question and tell me the answer. When soil is mixed with water and dash from the lowest layer, pebbles forms the lowest layer. സോയില് നമ്മൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിനുശേഷം സെറ്റിൽ ചെയ്താ വെക്കുമ്പോ പെബിൾസ് ആണ് ലോവസ്റ്റ് ലെയർ ആയിട്ട് നമുക്ക് കിട്ടുക. ധാർമിക്, അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറയൂ. ധാർമിക്. Soil contains dash and dash in it. Water and air. Yes, soil contains water and air in it. അക്ഷത്, അക്ഷത് അൺമ്യൂട്ട് ചെയ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറയൂ. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറയൂ. സാൻഡിന്റെ മുകളിൽ എന്താണ് സെറ്റിൽ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാൻഡിന്റെ മുകളിൽ
കേൾക്കുന്നുണ്ടോ? Sand. സാൻഡിന്റെ മുകളില് Mara. മഴ കേൾക്കുന്നില്ല. ഓക്കെ, മ്യൂട്ട് ചെയ്യൂ. സജസ് Clay. clay. Okay. Clay settles above sand when soil is added to the jar. Added to a jar filled with water. Yes. Last question. Rifa Mariam. Last question പറഞ്ഞേ. Answer ഒന്ന് try ചെയ്തേ. ഏതാണ് മിസ്? എവിടെയാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? പേജ് 100-ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മിസ് റേഞ്ചിലെ മഴ വേണമെന്ന് കേൾക്കണില്ല. ഞാൻ പറഞ്ഞത് കേട്ടോ? ഇല്ല. ആഹാ, ഇല്ലാന്ന് എങ്ങനെ ആൻസർ പറഞ്ഞേ? കൃഷ്ണപ്രിയ കേട്ടോന്ന് ചോദിച്ചപ്പോ ഇല്ലാന്ന് മറുപടി പറഞ്ഞു. അത് എന്റെ ദൈവമേ. യെസ്, കൃഷ്ണപ്രിയ എവിടെ പോയി? ആൻസർ പറയൂ. Dash is made up of decayed decayed plant and animal matter. എന്താണ്? Humus. Humus. Yes. Humus is made up of decayed plant and animal matter. Yes. Page number 102. Page number 102. Ren, first answer പറയൂ. Like in 2 uses of soil. It helps Any to two? plant grow. It helps plant grow and it helps to work on soil. It helps to build houses. Okay, fine. Any two uses എഴുതുക കേട്ടോ. നിങ്ങളുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഇമ്പോർട്ടൻസ് ഓഫ് സോയിലിനകത്ത് കുറെ ഉപയോഗങ്ങൾ നമ്മൾ കണ്ടു. ഏതെങ്കിലും 2 എണ്ണം എഴുതുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ലോമി സോയിൽ. അതിന്റെ നോട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ തന്നതാണ്, നോക്കി എഴുതുക. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ പേജ് 101-ലുണ്ട്. നോട്ട് എഴുതാത്തവർക്ക് വേണ്ടിയിട്ട് പേജ് നമ്പർ 101-ലുണ്ട് ലോമി സോയിൽ. Yes, next question. Hinake, ഒന്ന് try ചെയ്തേ. First question. Dash soil is Ideal for growing crops. Which soil is ideal for growing crops? വിളകൾ വളരാൻ വേണ്ടി ഏറ്റവും നല്ല സോയിൽ ഏതാണ്? പഠിപ്പിച്ചതല്ലേ? സാൻഡി സോയിൽ ആണോ, ക്ലേ സോയിൽ ആണോ, ലോമി സോയിൽ ആണോ? ഏതാണ്? ക്ലേ ആണോ? ആണോ? ലോമി സോയിൽ. യെസ്, ലോമി സോയിൽ ആണ് ഗ്രോയിങ് ക്രോപ്സിന് വേണ്ടി നല്ല സോയിൽ. ഓക്കെ, നെക്സ്റ്റ്. ഡാഷ് സോയിൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പോട്ടറി. പോട്ടറിക്ക് ഏതാണ് നല്ലത്? പോട്ടറി എന്ന് പറഞ്ഞാൽ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ. അഫ്ല, ഏത് സോയിലാണ്? അഫ്ല, എന്തായാലും രക്ഷയുണ്ടോ? കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്യൂ. എന്താണോ പറയുന്നത്? മൈക്ക് ഒന്ന് ഓൺ ചെയ്യോ? ഒന്ന് മൈക്ക് ഓൺ ചെയ്യൂ. മൈക്ക് ഓൺ ആക്കാനും പറ്റുന്നില്ലേ? മിസ് പേജ് നമ്പർ എത്രയാണ്? ഓ, പേജ് നമ്പർ 102. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയൂ. ആൻസർ. Dash soil is used for making pottery. പോട്ടറി എന്ന് പറഞ്ഞാൽ എന്താ? Soil. ക്ലേ സോയിൽ. ക്ലേ സോയിൽ. യെസ്, ക്ലേ സോയിൽ. ഓക്കെ, ധാർമ്മിക് അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ പറയൂ.
Dharmik, unmute. പേര് വിളിക്കുമ്പോഴേ കട്ടായി വെളി പോയോ? ഇതെന്താണ് സംഭവിക്കുന്നത് ഇന്ന്? ആദിശ്രീ, tell me. Dash need soil to grow. Plants. Plants need soil to grow. And the last one, yes. Fatima, last one, answer പറയൂ. Dash soil is used for making fertilizers. Loamy. Fertilizers, വളങ്ങൾ. Okay, yes, loamy soil. Okay. So that's it. Chapter number 10. 10 ആണോ 9 ആണോ? 9. Okay.